ഈ പഴംകുറ്റി വെക്കുന്നതിന് എന്തെല്ലാം സാധനങ്ങളാണ് വേണ്ടത്? പഴംകുറ്റിക്ക് ഒരു 9 കഷ്ണം ഇല, അരി, ഒരു തേങ്ങ, വിളക്ക്, തിരി, എണ്ണ, പിന്നെ കടലക്ക, തേങ്ങ, ചുട്ട പപ്പടം, കൊട്ടത്തേങ്ങ, കടല, വറുത്ത കടല, കള്ള് ഉപയോഗിക്കാം. കള്ള് വെക്കുകയാണെങ്കിൽ ചുട്ട മീൻ വേണം. സാധാരണ വീടുകളിൽ നമ്മൾ ചെയ്യാറില്ല. അതിന് പകരം ഇളനീര് വെച്ചാൽ മതി. വിളക്കിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നതിന് മുമ്പേ വിളക്ക് ശുദ്ധീകരിക്കും. ചന്ദനം ചാർത്തി പുഷ്പം ചാർത്തി വിളക്ക് കത്തിക്കുമ്പോൾ വിളക്ക് കത്തിക്കും. അതിന് അടുത്ത വശത്തായിട്ട് ഗുരുസങ്കല്പത്തിൽ ഒരു നാഴി അരി വെച്ച് അതിലൊരു തേങ്ങ വെച്ച് ഗുരുവിനെ വന്ദിക്കും. ആ സമയത്ത് ആ വീട്ടിലാണോ പഴംകുറ്റി വെക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് അവിടെ ഗുരുവന്ദനം ചെയ്യിക്കും. പിന്നെ നിറക്കല്ലയിട്ട് അതിൽ 2 ഇലയെ അടത്തിയിട്ട് ഈ പഴംകുറ്റിക്കുള്ള കടലക്ക, തേങ്ങ, പപ്പടം ഇതൊക്കെ എടുത്ത് വെച്ച് ഇടവും ബലവും 2 കൈയിൽ വീത്തെടുത്തിട്ട് ഇടവും ബലവുമായിട്ട് വെക്കും. അതിനുശേഷം ഇല കൊണ്ട് അടച്ച് അതിൽ അരിയും പുഷ്പവും ചാർത്തി ആ അരിയും പുഷ്പവും ചാർത്തിയിട്ട് അതിൻ്റെ മുകളിൽ തിരി കത്തിച്ചിടും. തിരി കത്തിച്ച് വെച്ച് അപ്പോൾ കുടുംബത്തിലുള്ള പുരുഷന്മാരെ കൊണ്ട് അരിയിട്ട് ഉണങ്ങി അവിടുന്ന് ഒരു വീട്ടും അംശം എടുത്തിട്ട്, പിന്നീട് അംശം എന്നാണ് പറയുക, അത് അംശം എടുത്തിട്ട് വെളിയിലായിരിക്കണം, വെളിയിൽ കൊണ്ടുപോയിട്ട് നയനാർക്ക് വെക്കും. അവിടെ അരിയും പോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരെ കൊണ്ടും അരിയിട്ട് കഴിഞ്ഞാൽ പഴംകുറ്റി സമർപ്പണമായി. പഴംകുറ്റിക്ക് പ്രസാദം ആദ്യം എടുത്ത് കൊടുക്കുന്നത് ഗൃഹനാഥനായിരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കൊടുക്കും. കൊടുത്തതിന് ശേഷം വിളക്ക് അണക്കുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള എല്ലാ സാധനങ്ങളും മാറ്റി വെക്കണം. വിളക്ക് അണച്ചതിന് ശേഷം പഴംകുറ്റി സമാപിക്കും. ഈ വിളക്ക് എന്തായിട്ട് സങ്കല്പിക്കുന്ന? ദൈവം മുത്തപ്പൻ വിളക്ക്, പിന്നെ അരിയും തേങ്ങയും ഗുരു, പിന്നെ വേറെ എന്തെങ്കിലും സങ്കല്പമുണ്ടോ? വേറെ പ്രത്യേക സങ്കല്പമൊന്നുമില്ല. കിണ്ടിയിൽ വെള്ളം വേണമല്ലേ? ഒരു കിണ്ടി വെള്ളം. ബോച്ചു, ഇതാടാ പ്രസാദം എന്റേതാ ഇത്. ഓനിതൊന്നും വേണ്ട, ഓനും മീനും ചിക്കനെല്ലാം വേണോ? ചിക്കൻ വേണം, ഓന് ചിക്കൻ വേണം. ഇളനീരാ എന്നാലും കുടിച്ചോളൂ. ഇതുകൊണ്ടാന്ന് പറയണ്ട. ഇതുകൊണ്ട്